നമസ്കാരം, ഡൈനീഷ്യൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. കോട്ടയം ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ജൂൺ 5 MD സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് പരിസ്ഥിതി ദിനാചരണം നടത്തി. സ്കൂൾ ഹെഡ്മാസ്റ്റർ ഡാനിഷ് പി ജോൺ സാർ പരിസ്ഥിതി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. നാം ജീവിക്കുന്ന ഭൂമിയെ സംരക്ഷിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ഡാനിഷ് സാർ പറഞ്ഞു. 10ാം ക്ലാസ് വിദ്യാർത്ഥി നിവിൻ ഷറഫ് വിദ്യാർത്ഥികൾക്ക് പരിസ്ഥിതി ദിന സന്ദേശം പകർന്നു നൽകി. 10ാം ക്ലാസ് വിദ്യാർത്ഥി നികേത് മനോജ് ചൊല്ലിയ പ്രതിജ്ഞ കുട്ടികൾ ഏറ്റുപറഞ്ഞു. ശ്രീ ജേക്കബ് തെരിയൻ സാറിന്റെ നന്ദിയോടുകൂടി പരിപാടി അവസാനിച്ചു. വായന മരിച്ചിട്ടില്ല എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് വായനാ ദിനമായ ജൂൺ 19 MD സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് കുട്ടികളുടെ റാലിയും സമ്മേളനവും നടത്തി. വായനയുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്ലക്കാർഡുകളുമായുള്ള കുട്ടികളുടെ റാലി ഏറെ ശ്രദ്ധേയമായി. തുടർന്ന് നടന്ന സമ്മേളനം ബസേലിയസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി മഞ്ജുഷ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. മൊബൈൽ ഫോണിന്റെയും നിർമ്മിത ബുദ്ധിയുടെയും ഈ കാലഘട്ടത്തിൽ കുട്ടികളെ വായനയിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടതിന്റെ പ്രാധാന്യം ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രതിപാദിച്ചു. ശ്രീ ഡാനിഷ് പി ജോൺ സാർ, അധ്യാപകരായ ജേക്കബ് സാർ, LC കുര്യൻ ടീച്ചർ, വിദ്യാർത്ഥി പ്രതിനിധി നികേത് മനോജ് എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളായ ആദിനാരായണൻ, ലിൻഡാമോൻ എന്നിവർ കവിത ആലപിച്ചു. ശ്രീമതി വിനീത ടീച്ചർ കൃതജ്ഞത രേഖപ്പെടുത്തി. ദിനം ലഹരിയുടെ ഭീകരത വിളിച്ചോതി ലഹരി മുക്ത ദിനം ആചരിച്ചു. ജൂലൈ 4 കോട്ടയം MD സെമിനാരി സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് ഈ കാലം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നായ ലഹരിയുടെ ഭീകരത ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ലഹരി മുക്ത ദിന പരിപാടി സംഘടിപ്പിച്ചത്. SPC കുട്ടികളുടെ നേതൃത്വത്തിൽ കുട്ടികൾ കൈകൾ പുറത്തു പിടിച്ചുകൊണ്ട് ലഹരി മുക്ത മുദ്രാവാക്യങ്ങൾ ചൊല്ലി. ലഹരിയുടെ ആപത്കരമായ സന്ദേശം കുട്ടികളിൽ എത്തിച്ചുകൊണ്ട് SPC കുട്ടികളുടെ നേതൃത്വത്തിൽ നാടകം അരങ്ങേറി. കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ CI ശ്രീ നെൽസൺ സാർ ലഹരിയുടെ ഭീകരതയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് നടത്തി. എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനമായ ജൂലൈ 5 ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു. ബഷീർ സാഹിത്യം മലയാള സാഹിത്യത്തിന് നൽകിയ സംഭാവനകളെ കുറിച്ച് 10ാം ക്ലാസ് വിദ്യാർത്ഥി നികേത് മനോജ് സംസാരിച്ചു. ബോധവൽക്കരണം ചൈൽഡ് ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ MD സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് ബാലവേല വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ചൈൽഡ് ലേബർ ഓഫീസർ ശ്രീ ലിബിൻ സാർ അതിന് നേതൃത്വം നൽകി. ബാലവേല വിരുദ്ധ നിയമങ്ങളെക്കുറിച്ചും ബാലാവകാശങ്ങളെക്കുറിച്ചും വളരെ ഹൃദ്യമായ രീതിയിൽ ക്ലാസ് എടുത്ത് ലിബിൻ സാറിന്റെ ക്ലാസ് ഏറെ ശ്രദ്ധേയമായി. അപക ദിനാഘോഷവും 18ാമത് ഭവന നിർമ്മാണത്തിന്റെ ഫണ്ട് ശേഖരണവും. കോട്ടയം പുണ്യശ്ലോകനായ പുലിക്കോട്ട് ജോസഫ് മാർ ദിവന്യാസിയോസ് രണ്ടാമൻ തിരുമേനിയിൽ സ്ഥാപിതമായ MD സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 115ാം സ്ഥാപക ദിനാഘോഷം ജൂലൈ 11 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി. PTA പ്രസിഡന്റ് ശ്രീ അനിൽ ടി കുര്യന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം അഭിവന്ധ്യ ഡോക്ടർ യുഹന്നാൻ മാർ ദിയസ്കോറോസ് മെത്രോപൊലിത്ത ഉദ്ഘാടനം ചെയ്തു. NGOCSM ഉദ്ഘാടനം റവറൻ ഡോക്ടർ ജോൺസ് എബ്രഹാം എപ്പിസ്കോപ്പ നിർവഹിച്ചു. 18ാമത് ഭവന നിർമ്മാണത്തിന്റെ ഫണ്ട് ശേഖരണം ശ്രീ അനിൽ കൊച്ചിരിക്കാട്ടിൽ നിന്നും സ്വീകരിച്ചു. ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും കലാകായിക രംഗത്തെ പ്രതിഭകളെയും അനുമോദിച്ചു. സ്കൂൾ പാഠപുസ്തകത്തിലെ ചിത്രങ്ങൾ തയ്യാറാക്കിയ പൂർവ്വ വിദ്യാർത്ഥികളായ അതുലസ് രാജിനെയും ജോയൽ ചാക്കോയെയും ആദരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ ജോൺ മാത്യു സ്വാഗതവും കൺവീനർ ശ്രീമതി സോമിനി ടീച്ചർ കൃതജ്ഞതയും രേഖപ്പെടുത്തി. ഫൗണ്ടേഴ്സ് ഡേയിൽ പഠന കലാകായിക രംഗത്ത് സമ്മാനം ലഭിച്ചവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. First family trip with our baby son. Laughter echoes with everyone. Holding hands while make some waves in this magic summer haze. First family trip with our baby son. Laughter echoes with everyone. Holding hands while make some waves in this magic summer haze.
ജനറൽ ബോഡി സംഘടിപ്പിച്ചു. കോട്ടയം MD സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളിൽ PTA ജനറൽ ബോഡി യോഗം PTA പ്രസിഡന്റ് അനിൽ T. കുര്യന്റെ അധ്യക്ഷതയിൽ ചേർന്നു. ജൂലൈ 11 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യോഗത്തിൽ വീടെന്ന യൂണിവേഴ്സിറ്റിയിലെ 12 ഡിപ്പാർട്ട്മെന്റുകൾ എന്ന വിഷയത്തിൽ അധ്യാപകനായ ഡോക്ടർ രാജേഷ് K. പുതുമന ക്ലാസ് എടുത്തു. യോഗത്തെ പ്രിൻസിപ്പൽ, ഹെഡ്മാസ്റ്റർ തുടങ്ങിയവർ അഭിസംബോധന ചെയ്തു. പ്രിലിമിനറി ക്യാമ്പ് ലിറ്റിൽ കൈറ്റ്സ് പ്രിലിമിനറി ക്യാമ്പ് ജൂലൈ 25-ാം തീയതി സ്കൂൾ IT ലാബിൽ നടന്നു. ലിറ്റിൽ കൈറ്റ്സ് മാസ്റ്റർ ട്രെയിനർ തോമസ് വർഗീസ് സാർ വിദ്യാർത്ഥികളോട് സംസാരിച്ചു. വാർത്തകൾ അവസാനിക്കുന്നു. ക്യാമറമാൻ ഏബലിനോടൊപ്പം നികേഷ്.